രാവും പകലും നിർത്താതെ ചീറിപ്പായുന്ന വെടിയുണ്ടകൾ, കൂറ്റൻ മിസൈലുകൾ, തലങ്ങും വിലങ്ങും വന്നു വീഴുന്ന ബോംബുകൾ, പിടഞ്ഞു വീഴുന്ന മനുഷ്യജീവനുകൾ. ലോകത്തെ ഒന്നാകെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം 1000 ദിവസങ്ങൾ പിന്നിടുകയാണ്. റഷ്യ വ്യോമാക്രമണം നടത്തുമെന്ന വിവരത്തിൽ കീവിലെ അമേരിക്കൻ എംബസി പൂട്ടിക്കഴിഞ്ഞു. യുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ചോരക്കറ വീണ രക്തരൂഷിതമായ ആ നടുക്കുന്ന ദിനങ്ങളിലൂടെ നമുക്കൊന്നു പോകാം. എന്തിനായിരുന്നു ഈ യുദ്ധം? എന്ത് നേടി? ഒപ്പം നിന്നവരും കൈയടിച്ചവരും എവിടെ? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്തിനായിരുന്നു ഈ യുദ്ധം? അതിലേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം. 2022 ഫെബ്രുവരി 24 തുടങ്ങിയ യുദ്ധം റഷ്യയുടെ സ്വാർത്ഥതയുടെ അമിത ആത്മവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റഷ്യയുടെ ഭീഷണി വർദ്ധിച്ചുവന്ന സാഹചര്യത്തിലാണ് ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ താൽപര്യപ്പെടുന്നത്. ഇതേ തുടർന്നായിരുന്നു ലോകത്തെ അശാന്തിയുടെ തീച്ചൂളയിലേക്ക് വലിച്ചിഴച്ച ആ യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉക്രൈനെ കീഴ്പ്പെടുത്താമെന്ന റഷ്യയുടെ ആത്മവിശ്വാസം തകർത്തെറിഞ്ഞ പ്രതിരോധമാണ് ഉക്രൈൻ നൽകിയത് എന്നതും എടുത്തു പറയണം. ഇനി എന്ത് നേടി ഈ യുദ്ധത്തിൽ ഇരു കൂട്ടർക്കും നാശമുണ്ടായെങ്കിലും നഷ്ടത്തിന്റെ ഭാരം കൂടുതൽ ഉക്രൈന് തന്നെയാണ്. UN കണക്കുപ്രകാരം ഉക്രൈനിൽ മാത്രം 12,000-ഓളം പേരാണ് മരിച്ചത്. 25,000-ഓളം പേർക്ക് പരിക്കേറ്റു. ഉക്രൈന്റെ ഒന്നും രണ്ടുമല്ല 80,000 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഒന്നുറപ്പാണ്, ഈ ഔദ്യോഗിക കണക്കുകളേക്കാൾ കൂടുതലാകും യഥാർത്ഥ കണക്കുകൾ. പക്ഷേ ഏതറ്റം വരെ പോയാലും ഉക്രൈൻ പിടിച്ചടക്കാതെ മടങ്ങില്ല എന്ന് തന്നെയാണ് റഷ്യ ഇപ്പോഴും കട്ടായം പറയുന്നത്. ഇനി ഈ യുദ്ധത്തിൽ ഒപ്പം നിന്നവരും കൈയടിച്ചവരും എവിടെ? അത് വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. ആയുധങ്ങൾ എത്തിച്ചും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും നാറ്റോയും അമേരിക്കയും ഒക്കെ ഉക്രൈന് പിന്തുണ നൽകുന്നുണ്ട്. പക്ഷേ അണിയറയിൽ കളി കാണുന്നവരുടെയും കൈയടിക്കുന്നവരുടെയും എണ്ണം കൂടുമ്പോഴും ഈ യുദ്ധം ഉക്രൈന്റെ മാത്രം ആവശ്യമായി മാറി. ഇനി സർവ്വവിനാശം കണ്ടേ അവസാനിക്കൂ ഇതെന്നാണ് പുടിന്റെ ശപഥമെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആണവായുധ ഭീഷണിയിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിക്കുകയാണ് ലോകമെന്നതാണ് യാഥാർത്ഥ്യം. നോക്കൂ, യുദ്ധം ഇങ്ങനെ അനന്തമായി നീളുമ്പോൾ ഇരുപക്ഷത്തെയും സൈനികരുടെ കുറവ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി തുടരുന്നുണ്ട്. ഇതിനോടകം തന്നെ ഉക്രൈന്റെ 1/5 കൈവശപ്പെടുത്തിയെന്നാണ് റഷ്യയുടെ അവകാശവാദം. പക്ഷേ റഷ്യ ആക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ ഉക്രൈന് കരുത്തായി അമേരിക്ക മുന്നിൽ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ ഉക്രൈന് മേലെ ഏർപ്പെടുത്തിയ വിലക്ക് അമേരിക്ക നീക്കിയിരുന്നു. എന്തു തന്നെയായാലും പുടിനും സെലൻസ്കിയും ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുമ്പോൾ, കൈയടിച്ച് അമേരിക്ക കളിക്കളത്തിൽ തുടരുമ്പോൾ സാധാരണക്കാരുടെ യാതനകൾ വിവരിക്കാൻ വാക്കുകളില്ല എന്നതാണ് യാഥാർത്ഥ്യം. റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് തന്നെ ഒടുങ്ങട്ടെ, പുടിന്റെ ആണവായുധ ഭീഷണികൾ വിഫലമായി തീരട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രത്യാശിക്കാൻ സാധിക്കൂ.